നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതായോ ഇറിറ്റേറ്റഡ് ആവുന്നതായിട്ടോ തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളോട് ഇവരിടയ്ക്കൊക്കെ ഹസ്ബൻഡിനും ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടാറുണ്ടാവും. നമ്മൾ നമ്മെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അത് എപ്പോഴൊക്കെയാണെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ കഴിയും. മോസ്റ്റ് കേസസ് അത് നമ്മൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ അപ്പൊ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ഭയങ്കര ഇൻവോൾവ് ആയി നല്ല ലേറ്റ് ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ കുട്ടി അവിടെ എന്തോ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വിടമാട്ടെ, അപ്പൊ നീ എന്നെ ഒന്നും പണ്ണ വിടമാട്ടെ, ഈ മോഡിലേക്ക് നമ്മൾ പെട്ടെന്ന് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ടൈം ഒരു നാഗവല്ലിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം കൂടുന്നോറും ന്യൂറോളജിക്കലി ഇത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ദേഷ്യം വരാൻ ചാൻസസ് ഉണ്ട്, സ്പാൻ ഓഫ് അറ്റൻഷൻ കുറയും, എന്തിലേക്കെങ്കിലും ഒരു ശ്രദ്ധ കുറയും, തലവേദന കൂടും, ക്രാങ്കിനെസ് കൂടും, വേറെ പലതും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയും, എപ്പോഴും ഒരു ലേസി ഫീലിംഗ് ആയിട്ടിരിക്കാൻ സാധ്യത കൂടുതല. ബിക്കോസ് അതിനുള്ള ഭയങ്കര കഴിവുണ്ട് നമ്മുടെ ഈ ഒരു പെട്ടിക്ക്. അപ്പൊ ഇതാണ് നമുക്ക് സംഭവിക്കുന്നതെങ്കിൽ ആ ചെറിയ കുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും കുറച്ചെങ്കിലും ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ കഴിയും, കൂടെ ആ പാവക്കുട്ടികളെ എല്ലാവരും. ഹലോ, ഹസ്ബൻഡ്സിനോടുകൂടെ ഇത് പറയുന്നത്, ഇത് തന്നെ അവർക്കും സംഭവിക്കുന്നു. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, റിസർച്ച് പറയുന്നത്. വേണേ നിങ്ങൾ ഗൂഗിൾ ചേട്ടനോട് ചോദിച്ചു നോക്ക്.